സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചർച്ചയാകുന്ന താരകുടുംബമാണ് കൃഷ്ണകുമാറിൻ്റേത്. യൂട്യൂബ് ചാനലുകളിൽ കുടുംബത്തിലെ 6 പേരും സജീവമാണ്. കൃഷ്ണകുമാറിൻ്റെ 4 മക്കൾക്കും സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടേതായ കരിയറും വരുമാന മാർഗവും ഉണ്ടാക്കാനായി. സിന്ധു മക്കൾ അഹാനയും ദിയ കൃഷ്ണയും ഇഷാനി കൃഷ്ണയും ഹൻസിക കൃഷ്ണയുമെല്ലാം യൂട്യൂബ് ചാനലുകളിലൂടെ തങ്ങളുടെ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാറുണ്ട്. സ്വന്തം വീട്ടിലെന്നതുപോലെ കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിൽ നടക്കുന്നതെല്ലാം ആളുകൾക്ക് അറിയുകയും ചെയ്യാം. മക്കളിൽ അഹാന മാത്രമാണ് സിനിമ കരിയറായി തെരഞ്ഞെടുത്തത്. കോളേജിൽ പഠിക്കുകയാണെങ്കിലും സിനിമയിൽ അഹാനയുടെ ചെറുപ്പകാലം അവതരിപ്പിച്ച് ഹൻസികയും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് മക്കളുടെ പിന്തുണയോടെയാണ് സിന്ധു കൃഷ്ണയും യൂട്യൂബ് ചാനൽ ആരംഭിച്ചത്. മക്കളെയൊക്കെ കടത്തിവെട്ടി സിന്ധു കൃഷ്ണയാണ് കൂടുതൽ വരുമാനം ഇന്ന് യൂട്യൂബ് ചാനലിലൂടെ സൃഷ്ടിക്കുന്ന ഒരാൾ. കൃത്യമായ ഇടവേളകളിൽ വ്ളോഗുകൾ സിന്ധു പങ്കിടും. മാത്രമല്ല, കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഇടയ്ക്കിടെ സിന്ധുവിന്റെ വ്ളോഗുകളിൽ പ്രത്യക്ഷപ്പെടും, വിശേഷങ്ങൾ പങ്കുവയ്ക്കും. അച്ഛനും മക്കളും ഒക്കെ അഭിനയ രംഗത്ത് ഉണ്ട് എന്നതിനപ്പുറം കുടുംബത്തിലെല്ലാവരും വ്ളോഗിംഗ് രംഗത്തും സജീവമാണ്. ഒരുപക്ഷെ പ്രൊഫഷണൽ വ്ളോഗേഴ്സ് ആയി ഇവർ മാറിയിട്ടുണ്ട്. കൃഷ്ണകുമാർ കുടുംബത്തിലെ വിശേഷങ്ങൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാറുണ്ട്. ഇവരെ പ്രശംസിക്കുന്നവരും വിമർശിക്കുന്നവരും ഏറെയാണ്. ഒരാഴ്ച പോസിറ്റീവ് ഇമേജ് വന്നാൽ അടുത്തയാഴ്ച ഇവർക്ക് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് ഇമേജ് ആകും. ഏവർക്കും പ്രിയപ്പെട്ടവരെങ്കിലും പ്രശംസയും വിമർശനവുമെല്ലാം താരകുടുംബത്തിന്റെ സോഷ്യൽ മീഡിയയിലെ മോണിറ്റൈസിങ്ങിന് ഉപകരിക്കുന്നു. വിമർശനങ്ങൾ പൊതുവെ ഇവർ അവഗണിക്കാറുണ്ട്. ഇൻസ്റ്റയിലും യൂട്യൂബിലും എല്ലാമായി ഏറെ ആരാധകരുള്ള ഇവരോട് ഇടയ്ക്കിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇവരുടെ വീഡിയോയിൽ സ്ഥിരമായി കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന അപ്പച്ചി ആരാണെന്നുള്ളത്. ചിലർ പറയും വീട്ടുജോലിക്കാരിയാണെന്ന്. എന്നാൽ ഒരു വീട്ടുജോലിക്കാരിയല്ല, ആ വീട്ടിലുള്ള അംഗം തന്നെയാണ് അപ്പച്ചി. സിന്ധു കൃഷ്ണയുടെ അമ്മയുടെ സ്ഥാനത്തല്ലെങ്കിൽ അതേ പ്രായമുള്ള ആളാണ് അപ്പച്ചി. ദിയ, അഹാന, ഹൻസിക, ഇഷാനി അങ്ങനെ കെ കുടുംബത്തിലെ 4 മക്കൾ ജനിച്ചപ്പോഴും അവരെ നോക്കി വളർത്തിയത് അപ്പച്ചിയാണ്. വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യും. സിന്ധുവിന് വലിയ ആശ്വാസവും പിന്തുണയുമാണ് അപ്പച്ചി നൽകുന്നത്. യഥാർത്ഥത്തിൽ സിന്ധു കൃഷ്ണയുടെ മാതാപിതാക്കളുടെ കസിനാണ് അപ്പച്ചി. അച്ഛൻ വഴിയും അമ്മ വഴിയും അപ്പച്ചിക്ക് സിന്ധുവുമായി ബന്ധമുണ്ട്. കുഞ്ഞുങ്ങളെയെല്ലാം വളർത്തിവിട്ടതിലും അവരുടെ നേട്ടത്തിലും ഒക്കെ അപ്പച്ചിക്ക് പങ്കുണ്ട്. ദിയയുടെ പ്രസവം, കുഞ്ഞിനെ നോക്കുന്നത് മുതൽ എല്ലാ കാര്യങ്ങളും അപ്പച്ചിയുടെ മേൽനോട്ടത്തിലാണ്. എന്നിട്ടും വീട്ടിലെ ഒരംഗത്തെ ആണ് വേലക്കാരി എന്ന രീതിയിൽ ചിലർ സോഷ്യൽ മീഡിയയിൽ വലിച്ചിടുന്നത്. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ അപ്പച്ചിയുടെ പിറന്നാളെല്ലാം താരകുടുംബം ആഘോഷിച്ചത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. വർഷങ്ങളായി കൃഷ്ണകുമാറിനും സിന്ധു കൃഷ്ണയ്ക്കൊപ്പമുള്ള ആളാണ് അപ്പച്ചി. വീട്ടുജോലികൾ ചെയ്യുന്നത് ഇവരാണ്. വീട്ടുജോലിക്കാരി മാത്രമാണെന്നാണ് പലരും കരുതിയത്. എന്നാൽ യഥാർത്ഥത്തിൽ സിന്ധു കൃഷ്ണയുടെ മാതാപിതാക്കളുടെ കസിൻ തന്നെയാണ് അപ്പച്ചി. ഇതറിഞ്ഞതോടെ താരകുടുംബത്തിന്റെ ആരാധകരിൽ പലർക്കും വിഷമമായിരുന്നു. സിന്ധു കൃഷ്ണയുടെ അമ്മയുടെ അത്ര തന്നെ പ്രായം അപ്പച്ചിക്കുണ്ട്. സിന്ധുവിന് 4 മക്കൾ ജനിച്ചപ്പോഴും പരിപാലിച്ചത് അപ്പച്ചിയാണ്. വീട്ടിലെ ജോലികളും ചെയ്യുന്നു. ബന്ധുവിന് വീട്ടുജോലിക്കാരിയാക്കാൻ എങ്ങനെ കഴിയുന്നു എന്ന ചോദ്യങ്ങൾ വന്നിരുന്നു. എന്തായാലും അപ്പച്ചിയുടെ ജീവിതം എന്തെന്നറിയാതെ പുറമേ നിന്ന് കൃഷ്ണകുമാറിനെയും കുടുംബത്തെയും വിമർശിക്കുന്നത് ശരിയല്ലെന്നും അഭിപ്രായം വന്നു. അപ്പച്ചിക്ക് ഇവർ നൽകുന്ന പരിഗണന പിറന്നാൾ ദിനത്തിൽ വ്യക്തമായിരുന്നു. പക്ഷേ ഹൻസിക കൃഷ്ണയാണ് അപ്പച്ചിയുടെ പിറന്നാൾ ദിനത്തിലെ ഫോട്ടോ പങ്കുവച്ചത്. ഹൻസികയെയും കുടുംബത്തെയും നിരവധി പേർ പ്രശംസിച്ചു. അപ്പച്ചിയുടെ കാര്യത്തിൽ ഒരുപാട് സന്തോഷം തോന്നി. അപ്പച്ചിയെ അവർ ബഹുമാനിക്കണം. കാരണം ആ കുടുംബത്തിന് വേണ്ടി അത്രയും കാര്യങ്ങൾ അപ്പച്ചി ചെയ്തിട്ടുണ്ടെന്നും അഭിപ്രായങ്ങളുണ്ട്. സിന്ധു കൃഷ്ണയുടെ 4 മക്കളെയും നോക്കിയത് അപ്പച്ചിയാണ്. കുടുംബത്തിന് വേണ്ടി അടുക്കള ജോലികൾ ചെയ്യുന്നു. 4 മക്കളെ വളർത്തി വലുതാക്കിയതിൽ സിന്ധു കൃഷ്ണയെ എല്ലാവരും പ്രശംസിക്കാറുണ്ട്. അപ്പച്ചിയും ആ പ്രശംസയ്ക്ക് അർഹയാണെന്നും അഭിപ്രായങ്ങളുണ്ട്. വീട്ടിലുള്ള എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കുന്നത് അപ്പച്ചിയാണ്. സിന്ധു കൃഷ്ണയ്ക്കോ കൃഷ്ണകുമാറിനോ മക്കൾക്കോ അധികം അടുക്കള ജോലികൾ ചെയ്യേണ്ടി വരാറില്ലെന്നും വാദമുണ്ട്. അതേസമയം അഹാനയോ ഇഷാനിയോ ഒരിക്കൽ അപ്പച്ചിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്നാണ് മറ്റൊരു റെഡിറ്റ് യൂസറും പറയുന്നത്. എന്താണ് അപ്പച്ചിയുമായുള്ള ബന്ധമെന്ന് അവർക്ക് വ്യക്തമായി അറിയില്ല. സിന്ധു കൃഷ്ണയുടെ അകന്ന ബന്ധുവാണ്. സിന്ധുവിന്റെ മാതാപിതാക്കളുടെ സഹായിയായിരുന്നു. സിന്ധു ഗർഭിണിയായപ്പോൾ അവരുടെ ഒപ്പം വന്നു. മക്കളെല്ലാം കുട്ടിക്കാലം തൊട്ടേ അവരെ കാണുന്നുണ്ടെന്നും കമന്റുകളുണ്ട്. ഫാമിലി ട്രിപ്പുകളിൽ അപ്പച്ചി ഉണ്ടാകാറില്ല. ആ വീട്ടിലുള്ള മറ്റുള്ളവർ ഇടയ്ക്കിടെ ട്രിപ്പുകൾ പോകാറുണ്ടെന്നാണ് മറ്റൊരു കമന്റ്. കൃഷ്ണകുമാർ കുടുംബം അപ്പച്ചിയെ ഒരു ജോലിക്കാരിയായി മാത്രമാണ് കാണുന്നതെന്നും റെഡിറ്റിൽ അഭിപ്രായങ്ങൾ വന്നു. താരകുടുംബത്തെ പിന്തുണയ്ക്കുന്നവരുമുണ്ട്. ബന്ധുവായിരിക്കില്ല, സ്നേഹം കൊണ്ട് അപ്പച്ചി എന്ന് വിളിക്കുന്നതായിരിക്കും എന്ന് പലരും അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പച്ചിക്കൊപ്പം വീട്ടുജോലിക്ക് സഹായം ചെയ്യാൻ 2 ജോലിക്കാർ കൂടെയുണ്ടെന്നും ചിലർ ചൂണ്ടിക്കാട്ടി. അതേസമയം തന്നെ വീട്ടിലെ വിശേഷങ്ങളെല്ലാം കാണിച്ച് സംസാരിക്കുന്ന സിന്ധു കൃഷ്ണയുടെ വീഡിയോകൾക്ക് മികച്ച പിന്തുണയാണ് ലഭിക്കാറുള്ളത്. അങ്ങനെയുള്ള വീഡിയോകളാണ് കാണാൻ ആഗ്രഹമെന്ന് എല്ലാവരും പറയാറുണ്ട്. കഴിഞ്ഞ ദിവസം വീട്ടിലെ കാര്യങ്ങളും മറ്റു വിശേഷങ്ങളും ഒക്കെ പങ്കിട്ട് അവരെത്തിയിരുന്നു. കുറച്ച് ദിവസമായി വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തൊക്കെയോ തിരക്കുകളിലായിരുന്നു. 2 മാസത്തേക്ക് വീട്ടിൽ ഒരു ഹെൽപ്പർ വന്നിരുന്നു. അവർ തിരിച്ചു പോവുകയാണ്. അതിനു മുന്നേയായി അവരെയും കൊണ്ട് പുറത്ത് ലഞ്ചിന് പോവുകയായിരുന്നു സിന്ധു കൃഷ്ണ. എപ്പോഴും പണി ചെയ്യുന്നത് മാത്രമല്ലല്ലോ, നമ്മളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ മനസ്സിൽ നല്ലതെന്തെങ്കിലും വേണ്ടേ? ഇവിടെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അവരെയും എന്റർടൈൻ ചെയ്യാം. ഇക്കഴിഞ്ഞ മാസങ്ങളിൽ അതും ഇല്ലായിരുന്നു.
വർഷങ്ങൾക്ക് മുന്നേ അമ്മുവിന് ഡാഡി കൊണ്ടു കൊടുത്ത ഡ്രസ്സും അത് വെച്ച് ബാക്കി മക്കൾക്കുമെല്ലാം ഇട്ട് കൊടുത്തതിനെക്കുറിച്ചും സംസാരിച്ചിരുന്നു. അമ്മുവിന് അന്ന് ഇത് ടൈറ്റായിരുന്നു. ഇനി മക്കളുണ്ടാവുമ്പോൾ ഉപയോഗിക്കാമല്ലോ എന്ന് കരുതി എടുത്തു വെച്ചിരുന്നു. അങ്ങനെയാണ് ഓസിക്ക് ഈ ഡ്രസ്സ് ഇട്ടുകൊടുത്ത് ഫോട്ടോ എടുത്തത്. പിന്നെ ഇഷാനിക്കും ഹൻസുവിനും തൻവിയെയും ഇടിപ്പിച്ചു ഫോട്ടോ എടുത്തിരുന്നു. ഈ വീട്ടിലെ ഐക്കോണിക് ഫോട്ടോയാണത്. ഇനി നിങ്ങൾക്ക് മക്കളായാലും ഈ ഉടുപ്പിട്ട് ഒരു ഫോട്ടോ എടുപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റുഡിയോയിലെ ഫോട്ടോ തന്നെ വേണമെന്നില്ല. അങ്ങനെ വർഷങ്ങളോളം ഞാൻ സൂക്ഷിച്ച ഉടുപ്പാണിത്. അമ്മ, ആ ഉടുപ്പ് എവിടെയാണെന്ന് ഇഷാനി ചോദിച്ചിരുന്നു. അന്ന് എനിക്കറിയില്ലായിരുന്നു. വേസ്റ്റ് തുണി എന്ന് പറഞ്ഞ് കളയുമോ എന്ന പേടിയുണ്ടായിരുന്നു. ഭാഗ്യത്തിന് അങ്ങനെയൊന്നും ഉണ്ടായില്ല. തപ്പിയപ്പോൾ ഇത് ഇവിടെ തന്നെയുണ്ട്. ഇനി ഓമിയെ ഈ ഡ്രസ്സ് ഇടിപ്പിച്ച് ഫോട്ടോ എടുപ്പിക്കണം. അവന് ഇത് പാകമാകുമോ എന്നറിയില്ല. ഓസിക്ക് അത് ഇഷ്ടമാകുമോ എന്ന കാര്യത്തിലും ആശങ്കയുണ്ടെന്നും സിന്ധു പറഞ്ഞിരുന്നു. മക്കളുടെ കൂടെയെല്ലാം ഷൂട്ടിന് പോകുന്നതിനെക്കുറിച്ചും അവർ പറഞ്ഞിരുന്നു. വീട് വിട്ട് ഇങ്ങനെ പോകുന്നത് സ്ട്രെസ്സാണ്. പക്ഷേ വേറെ മാർഗമില്ലല്ലോ. ആദ്യം അമ്മുവിനൊപ്പമായിരുന്നു പോയിരുന്നത്. പിന്നെ അമ്മു അസിസ്റ്റന്റിനൊപ്പം പോയി തുടങ്ങി. അത് കഴിഞ്ഞ് തനിച്ചും പോവും. ഇപ്പോഴും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കൂടെ പോവാറുണ്ട്. ഓമിയും മോസിയും അശ്വിനുമൊക്കെ ഇപ്പോൾ അവരുടെ ഫ്ലാറ്റിലേക്ക് മാറി. ഇടയ്ക്കിടയ്ക്ക് നമ്മളും അടുത്തേക്ക് വരാറുണ്ട്. ഓമിക്ക് ഫുഡ് കഴിക്കാനൊന്നും വലിയ ഇഷ്ടമല്ല. സ്ട്രോബെറി ഇഷ്ടമാണ്. കുറുക്കുകളൊക്കെ കഴിക്കാൻ മടിയാണ്. എല്ലാ ദിവസവും ഒരുപോലെ കഴിക്കത്തില്ല. ഏതെങ്കിലും ദിവസം നന്നായി കഴിക്കും. ഓസി എന്തൊക്കെയോ അവളുടേതായ രീതിയിൽ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഞാനും ഓമിയും കളിക്കുകയായിരുന്നു. അതിനിടയിൽ അമ്മു റൂമിലേക്ക് എന്തോ ആവശ്യത്തിന് വന്നിരുന്നു. പെട്ടെന്ന് പോവുകയും ചെയ്തു. ഓമി ആവട്ടെ അമ്മുവിനെ കണ്ടപ്പോൾ നല്ല ചിരിയായിരുന്നു. അവൾ എടുക്കാതെ പോയപ്പോൾ കരച്ചിലായിരുന്നു. പിന്നെ അമ്മു വന്ന് എടുത്തപ്പോഴാണ് ഓക്കെ ആയത്. വീട്ടിലുള്ളവരോടൊക്കെ അവന് അറ്റാച്ച്മെൻ്റ് ഒക്കെ വന്നു തുടങ്ങി. എൻ്റെ കൂടെ കളിക്കുമ്പോൾ ഓമി എൻ്റെ വളയൊക്കെ പിടിക്കും. അത് ഊരിക്കൊടുത്താൽ 10-15 മിനിറ്റൊക്കെ അത് വെച്ച് തന്നെ കളിക്കും. ഭാവിയിൽ ഇവനും ജ്വല്ലറിയൊക്കെ തുടങ്ങിയേക്കുമെന്നാണ് തോന്നുന്നത്. ആഭരണങ്ങളോടൊക്കെ താല്പര്യം കാണിക്കുന്നുണ്ട്. എന്തായാലും ഓമി പിറന്നതിൽ ദിയയ്ക്കൊപ്പം സന്തോഷിക്കുന്നവരാണ് ദിയയുടെ കുടുംബം. അഹാന, ഇഷാനി, ഹൻസിക എന്നീ 3 സഹോദരിമാരും ദിയയുടെ മകനെ സ്നേഹലാളനകൾ കൊണ്ട് മൂടുകയാണ്.